അവനെ സോപ്പിടുന്ന കുറേ വർത്തമാനങ്ങളാണ് ഈ കേൾക്കുന്നത്. ഒരാൾക്ക് വന്ന വീഡിയോ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത്. ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് എപ്പോഴും വരിക? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ആഗ്രഹമല്ലേ ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കണത്? പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന്. നിക്കാഹ് കഴിച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. നീ ഇങ്ങനെ ആളുകളെ പൊട്ടരാക്കി എത്ര നാൾ ജീവിക്കും? നിൻ്റെ വായത്ത് നിന്നൊക്കെ അല്ലേ നീ വിളിച്ച് പറയുന്നത്? നിൻ്റെ നാക്കൊന്ന് അടക്കിക്കൂടെ ഇനി? നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല. അത് നിനക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം. അതുകൊണ്ടൊന്നും മതിയാക്കുന്നു. എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും കേട്ടത്. ഓൻ്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ലേ? ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. അവൻ്റെ നിന്ന് കുറേ പണം മേടിച്ചിട്ട് അവനതാ പറ്റിച്ചു. ഇങ്ങനെ എത്ര പേരെ പറ്റിച്ചു കാണും എൻ്റെ ദൈവമേ. കഷ്ടം. അവൻ്റെ പണം വാങ്ങിച്ചിട്ട് അവനത് തേച്ചൊട്ടിച്ചു. നിങ്ങൾ പറയുന്ന കേട്ടോ ആൾ വേറെ ഒരു തന്നെ കെട്ടുന്നു.